ഞാൻ ഒരുപാട് നാളായിട്ട് കേൾക്കുന്ന പേരാണ് ജസ്പേറ്റ് ബിൽഡേഴ്സിൻ്റെ നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകൾ. ആദ്യമേ തന്നെ വൈകി വന്ന എന്നെ നല്ല പുഞ്ചിരിയോടുകൂടെ, ഒരുപാട് സ്നേഹത്തോടുകൂടെ, ഒരുപാട് ക്ഷമയോടുകൂടെ സ്വീകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ സദസ്സിനും, വലിയ മനസ്സിൻ്റെ ഉടമകളായ, വളരെ ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന, എളിമ എന്ന് പറയുന്ന ഒരു ഘടകം ആണ് എനിക്ക് ഇവരുടെ മുഖങ്ങളിൽ കാണാൻ സാധിച്ചത്. അപ്പം നിസാർ സാറിനും നിഷാദ് സാറിനും എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ആദ്യം തന്നെ നന്ദി പറഞ്ഞ് ഞാൻ തുടങ്ങട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ, ഈ നന്ദി എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ വൈകി വന്നതിൻ്റെ കാരണം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഭയങ്കര ബ്ലോക്കായിരുന്നു. പൊതുവേ ഞാൻ വയനാട്ടിലേക്ക് വരുന്നത് കുറവാണ്. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്തില്ല, ഇത്രയും സമയം എടുക്കും എന്നുള്ളത് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമയം ഞാൻ മാനിക്കുന്നു. എന്തായാലും ഈ സമയത്തിൻ്റെ ഒരു ഇത് എന്താ പറയുക, കുറച്ച് തെറ്റിപ്പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എന്നാലും ക്ഷമിക്കണം. പിന്നെ ഞാൻ ഒരുപാട് നാളായിട്ട് കേൾക്കുന്ന പേരാണ് ജസ്പേറ്റ് ബിൽഡേഴ്സിൻ്റെ നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകൾ റിസോർട്ടിനെ പറ്റിയിട്ട്. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, ഞാൻ ഇതിനു മുൻപ് വരാൻ ഇരുന്നതാണ്. പിന്നെ സമയവും കാലവും എല്ലാം തെളിഞ്ഞു വന്നത് ഇപ്പോഴാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകളുടെ ഭാഗമായിട്ട് വയനാടിൻ്റെ മണ്ണിൽ എനിക്ക് കാല് എടുത്തു വെക്കാനായിട്ട് സാധിച്ചു കുറേ നാളുകൾക്ക് ശേഷം. ഇവിടെ വന്നപ്പോൾ തന്നെ എന്താ സുഖം, നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ്, നല്ല എന്താ പറയുക മനുഷ്യർ. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഇനിയിപ്പോൾ റിസോർട്ടിൽ പോയി കാണണം. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ബാക്കി കിടപ്പുണ്ട്. ഈ വേദിയിൽ വെച്ച് എനിക്ക് വേറെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ജസ്പേറ്റ് ബിൽഡേഴ്സിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ ബ്രദേഴ്സ്, നിങ്ങളുടെ എല്ലാ എൻഡേവേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ഇത്രയും എന്താ പറയുക, ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള, ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ ബോധ്യം തോടുകൂടി തന്നെ, അറിവോടുകൂടി തന്നെ റിസർച്ച് നടത്തി അതിനു വേണ്ടി 100% ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുന്ന ഈ രണ്ടു പേർക്ക് വളരെ എന്താ പറയുക അനുഗ്രഹങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും വയനാടിൻ്റെ തന്നെ ഒരു പ്രൈഡാണ്, അഭിമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഇനി മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്കായും അതിൽ ബിയോണ്ടായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റട്ടെ. സമയം 9:14 ഔദ്യോഗികമായിട്ട് നമ്മുടെ നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകളുടെ ഇനോഗ്രേഷൻ നടന്നതായിട്ട് ഞാൻ അങ്ങ് പ്രഖ്യാപിക്കുന്നു. മൂന്ന് തിരുവല്ലക്കാരും ഒരു മലപ്പുറത്തുകാരനും കൂടി വാങ്ങിയതാണ്. ഈ മലപ്പുറത്തുകാരനെ നിങ്ങൾക്ക് വല്ല പരിചയം ഉണ്ടായിരുന്നു? ഇവിടുത്തെ പാർട്ട്ണർഷിപ്പിനൊരു ഗുണമുണ്ട് കേട്ടോ. പരിചയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൊന്നുമില്ല. പക്ഷേ ഇവർക്കൊരു വിശ്വാസമുണ്ട്, ജസ്പേഡ് കമ്പനിയിൽ ആരൊക്കെ എവിടൊക്കെ ഉണ്ടെന്നുള്ളതല്ല,
അതങ്ങ് ഏത് ജാതിയോ ഏത് മതമോ ഏത് ഡിസ്ട്രിക്റ്റോ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ 4 പേര് പാർട്ണർഷിപ്പ് എടുത്തുകൊണ്ട് 2 കോട്ടേജുകൾ ഇവർ സ്വന്തമാക്കി, 2 എണ്ണം. ഇനി ഇവരെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി പോണത് അടുത്ത ഫെബ്രുവരി മാസം മുതൽ ഇതിന്റെ വാടക ലഭിക്കുമ്പോൾ ഇവർക്ക് ഒരു ജോലിക്കും പോണമെന്നില്ല, എവിടെയും പോകാതെ തന്നെ വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുന്ദര മുഹൂർത്തത്തിൽ ഇവർക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിറഞ്ഞ മനസ്സോടെ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവരെല്ലാവരും ക്ഷണിക്കുന്നു. അത് കൊടുക്കാൻ വേണ്ടി നമ്മുടെ വിശിഷ്ട വ്യക്തിത്വം പ്രേഗ മണ്ഡിൽ. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവിടെ തറക്കല്ലിട്ടത്. ആ തറക്കല്ലിട്ട സമയത്ത് ഒരു 5 ഏക്കർ വരുന്ന പ്ലെയിൻ ലാൻഡിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ 90 കോട്ടേജുകൾ വരുന്നുണ്ട്. ഇത് 45 ലക്ഷം രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് ഫെബ്രുവരിയിൽ നമ്മൾ വിൽക്കണം. പക്ഷെ ഇന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് 2 എണ്ണം തരാം. 45 ലക്ഷം രൂപയ്ക്ക് ഇന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് 2 എണ്ണം തരാന്ന് പറഞ്ഞപ്പോ കമ്പനിയെ വിശ്വസിച്ച് അന്ന് ഇവരിത് വാങ്ങാൻ തയ്യാറായി എന്നുള്ളതാണ്. എങ്കിൽ ഒരെണ്ണത്തിന്റെ റേറ്റ് എത്രയും 22,50,000 രൂപ. കമ്പനി വളർന്നു, കോട്ടേജുകൾ വിറ്റ് കഴിഞ്ഞപ്പോ ഇന്ന് 88 എണ്ണം കമ്പനി വിറ്റ് കഴിഞ്ഞപ്പോ 95 ലക്ഷം രൂപയായി ഒരെണ്ണത്തിന്റെ വില. എങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റിലൂടെ തന്നെ എത്ര രൂപ ലാഭം കിട്ടി അല്ലെ? 45 ലക്ഷം രൂപയുടെ അസറ്റ് ഇന്ന് 1,90,00,000 രൂപയായി വർദ്ധിച്ചു. 1,45 ലക്ഷം രൂപ ലാഭം. ഞാൻ ഇന്ന് ഇവരോട് ചോദിച്ച ചോദ്യമാണ്, ഈ 1,45 ലക്ഷം കമ്പനി ഇന്ന് തന്നാൽ ഇത് തിരിച്ചു തരുമെന്ന് ചോദിച്ചു. ഇവരെല്ലാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു തരില്ല. എന്താ ലിറ്റി തരില്ല എന്ന് ഇത്ര വിശ്വാസത്തോട് കൂടി പറയാൻ കാരണം? മറുപടി ഉള്ളു സാർ, പൊന്മുട്ടയിടുന്ന താറാവിനെ ഞങ്ങൾ കൊല്ലില്ല.